നമസ്കാരം ഗുരുതൻ്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വീട്ടിലേക്ക് ഇരിക്കുകയാണെന്നറിയാം. അപ്പം എല്ലാവരും ബോറടിച്ച് എന്തായാലും കട്ട പോസ്റ്റായിരിക്കും. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് കിടുക്കാച്ചി ഒരു ഫോട്ടോഗ്രാഫിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്തായാലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു മുട്ട വെച്ച് നമ്മളിന്നൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. നല്ല കിട്ടിക്കാച്ചി ഫോട്ടോയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ കൊറോണ ഇഷ്യൂ ഒക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫോട്ടോയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫോട്ടോ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് നോക്കാം, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് സജ്ജീകരണങ്ങൾ നോക്കാം. വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഇതണ്ടേ, ഇതെന്താണെന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു മുട്ടയാണ്. അതെ, ഏകദേശം ഈ ഒരു ഷേപ്പിലുള്ള മുട്ട എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഇത് വെക്കാൻ വേണ്ടി ഒരു തടിയുടെ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ടേബിളോ എന്തോ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് അടുക്കളയിലൊക്കെ പോയി നോക്കുക. ചാമ്പൽ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ ചാമ്പൽ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സാധനം എടുത്ത് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുട്ട ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതേ ഇവിടെ കൊറോണ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് സ്റ്റേ അറ്റ് ഹോം. അപ്പം എല്ലാവരും ഹോമിൽ തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോഗ്രാഫികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് ചാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കണ്ടോ, സ്റ്റേ അറ്റ് ഹോം. ഓക്കെ, അപ്പം നിങ്ങൾ അത് വെച്ചതിന് ശേഷം നിങ്ങൾ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി നടക്കരുത്. ഇതേ അത് നമ്മൾ ഇവിടെ സൈഡിലോട്ട് ജസ്റ്റ് വെച്ചു. ഇതേ വെച്ചു. ഓക്കെ, കാറ്റൊക്കെ ഉണ്ട്. ഓക്കെ, അത് വെച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി ഫോട്ടോ എടുത്ത് നോക്കാം. നമ്മുടെ ക്യാമറ വെച്ച് നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുകയാണ്. അതെ, ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഫോട്ടോ കിട്ടും. അപ്പം കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ ഇതിനകത്ത് എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് സ്റ്റേ ഡോം ഒരു മുട്ടയും വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഒക്കെ. നമുക്ക് ഇതിനകത്ത് ഇനി എഡിറ്റിംഗ് ഉണ്ട്. നമുക്ക് ഇനി എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ISO എല്ലാം നിങ്ങളുടെ ലൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോണിനകത്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിക്സാർട്ടാണ്. അപ്പോൾ നമ്മൾ പിക്സാർട്ടിലോട്ട് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാനുള്ള നമ്മൾ ഇമോജി ആഡ് ചെയ്യുകയാണ്. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിനുശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സൈസൊക്കെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ മുട്ടയ്ക്കകത്ത് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും, ആ ഒരു സൈസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിനകത്ത് അടുത്തത് ഇനി ആഡ് ചെയ്യാനുള്ളത് ഒരു മാസ്കാണ്. അപ്പോൾ നമ്മൾ അടുത്തത് മാസ്ക് ആഡ് ചെയ്യണം. ഓക്കെ, ആ മാസ്ക് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് PNG ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിനകത്ത് കണ്ടോ നമ്മുടെ ആ ഒരു സൈഡ് കവർ ചെയ്തതാണ് വരുന്നത്. നമ്മൾ കാരണം നമ്മുടെ ഫുൾ കവർ ചെയ്ത് ചെവിയുടെ അകത്തിരിക്കുന്നതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മേളിൽ മായ്ക്കാൻ പറ്റും. മേളിൽ ഇറേസറിൻ്റെ ഒരു ചിഹ്നമുണ്ട്, ഒരു മായ്ക്ക് ഇതിൻ്റെ ഒരു റബ്ബറിൻ്റെ ചിഹ്നമുണ്ട്. അതെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സൂം ചെയ്യുക. ഫോട്ടോ ഒന്ന് സൂം ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലത്തെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മായ്ച്ച് കളയുക. താഴത്തെ ഭാഗം മാത്രം മതി നമുക്ക്. കാരണം നമുക്കവിടെ ചെവി കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ സൈഡിലോട്ട് പോകുന്ന രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ചെയ്തത്. അതിനുശേഷം നമ്മളിതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വരും. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമുക്ക് വേണം. എന്ന് നമ്മൾ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ. സ്റ്റേ അറ്റ് ഹോം.